ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, അടിസ്ഥാന വിവരങ്ങൾ മാത്രമല്ല, എല്ലാ വിവരങ്ങളും ഏകദേശം കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ടോപ്പിക്ക് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് 22ാമത്തെ ക്ലാസ് ആണ്. ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGSന്റെ വെബ്കോ LDCയുടെ PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് ചെയ്ത അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നോക്കേണ്ടത് ഏത് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു പോവുകയാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്നറിയപ്പെടുന്ന അരയാലാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ബംഗാൾ കടുവ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദി ഭാഷ. ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പഴം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയല. ഇന്ത്യയുടെ ദേശീയ നൃത്തം ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായ ഇന്ത്യന്റെ രാജ്യമാണെന്ന് പ്രതിജ്ഞ അറിയിച്ചത് വെങ്കടസുബ്രാവു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങളുണ്ട്? 4 സിംഹങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗളി വെങ്കയ്യ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് പിംഗളി വെങ്കയ്യ. ദേശീയ പതാകയിൽ 3 നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്ന് കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. നിറങ്ങൾ സൂചിപ്പിക്കുന്നത് കുങ്കുമം ധീരതയും ത്യാഗത്തെയും, വെള്ളം സൂചിപ്പിക്കുന്നത് സത്യസന്ധതയും സമാധാനം, പച്ച സമൃദ്ധി ഫലഭൂഷ്ഠിത. ഇന്ത്യൻ പതാകയുടെ നിറങ്ങൾക്ക് അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ S രാധാകൃഷ്ണൻ. ഓർത്തുവെച്ച് പഠിച്ചോളാം. അടുത്ത പോയിന്റ്, ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായി അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. അശോക ചക്രത്തിന്റെ നിറം നാവിക നീല. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അശോക ചക്രത്തിന്റെ അരക്കാലുകളുടെ എണ്ണം 24. ധർമ്മചക്രത്തിന് ഒരു ചിത്രീകരണം ആണ് അശോക ചക്രം. അപ്പോൾ ധർമ്മചക്രത്തിന്റെ ചിത്രീകരണമാണ് അശോക ചക്രം എന്ന് ഓർത്തുവയ്ക്കുക. ഈ അശോക ചക്രത്തിലെ 24 കാലും എന്തിനെ സൂചിപ്പിക്കുന്നു? ഓരോ ബുദ്ധന്റെ ഉപദേശങ്ങളെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ബുദ്ധന്റെ ഉപദേശങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അശോക ചക്രം എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത, ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്ന് ചോദിച്ചാൽ ദീർഘ ചതുരാകൃതി. ഇന്ത്യയിലെ ഏക പതാക നിർമ്മാണശാലയാണ് കർണാടകയിലെ ഖാദി ഗ്രാമോദ്യ സംയുക്ത സംഘം KKGSS. ഹൂബ്ലിയിലാണ്, കർണാടകയിലെ ഹൂബ്ലി. ഇത് സ്ഥാപിതമാകുന്നത് KKGSS സ്ഥാപിതമാകുന്ന വർഷം 1957 നവംബർ 1. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്കോക് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യമാണ് അപ്പോളോ 15 1971. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2:3. ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിത്തരങ്ങളോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ചരിത്രം നമുക്ക് നോക്കാം. ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം പാഴ്സി ബാഗൻ സ്ക്വയർ, ഗ്രീൻ പാർക്ക്, കൊൽക്കത്ത. 1906 ഓഗസ്റ്റ് 7. ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ സ്ഥലമാണ് പാഴ്സി ബാഗൻ സ്ക്വയർ, ഗ്രീൻ പാർക്ക്, കൊൽക്കത്ത. 1906 ഓഗസ്റ്റ് 7. ഇന്ത്യയുടെ ആദ്യ പതാകയെ സ്വദേശി പതാക അല്ലെങ്കിൽ വേറെ പേര് വന്ദേമാതരം പതാക അല്ലെങ്കിൽ കൊൽക്കത്ത പതാക ഉയർത്തിയത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. പതാകയുടെ മുകളിൽ നിന്ന് താഴേക്ക് യഥാക്രമം പച്ച, മഞ്ഞ, കുങ്കുമം എന്നിങ്ങനെ നിറങ്ങളിൽ തുല്യ വീതിയിലുള്ള 3 തിരശ്ശീല ഖണ്ഡങ്ങൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇതോടൊപ്പം പതാകയിൽ മഞ്ഞ പശ്ചാത്തലത്തിൽ വന്ദേ മാതരം എന്ന ആലേഖനിച്ച് തുടക്കത്തിലുള്ള പതാകയാണ് പറയുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനിച്ചിരുന്ന താമരകളുടെ എണ്ണം 8. 1907 ബെർലിൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ഉയർത്തിയതാണ് മാഡം ബികാജി കാമ.
ഇതിൽ താമരയുടെ സ്പർശിയുടെ ചിത്രീകരിക്കുന്ന 7 നക്ഷത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് 1907 മാഡം ബികാജി ഗാമ ഉയർത്തിയ പതാക. 1917 ഹോം റൂൾ മൂവ്മെന്റ് കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ബാലഗംഗാധര തിലകും ഹാനി ബെസന്റുമാണ്. ഈ പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള 5 തിരശ്ശീല ഖണ്ഡങ്ങളും പച്ച നിറത്തിലുള്ള 4 ഖണ്ഡങ്ങളും ഒന്നിടവിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം സപ്തർഷികളെ പ്രതിനിധീകരിക്കുന്ന 7 നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. ഇടതുവശത്ത് മുകളിലായി ബ്രിട്ടന്റെ പതാകയായി യൂണിയൻ ജാക്കും വലതുവശത്ത് മുകളിലായി ചന്ദ്രക്കലയും നക്ഷത്രവും ഈ പതാകയിൽ ആലേഖനം ചെയ്തു. 1917 ഹോം റൂൾ മൂവ്മെന്റ് കാലഘട്ടത്തിൽ ഉയർത്തിയ പതാക. 1921 ബസവാഡയിൽ, ഇന്നത്തെ വിജയവാഡ, നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഡിസൈൻ ചെയ്ത പതാക ഗാന്ധിജിയുടെ അംഗീകാരത്തിനായി പിംഗളി വെങ്കയ്യ സമർപ്പിച്ചു. ചുവപ്പ് പച്ച നിറങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഈ പതാകയിൽ ചുവപ്പ് ഹിന്ദുക്കളെയും പച്ച മുസ്ലിങ്ങളെയും പ്രദാനം ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഹിന്ദുമതം, ഇസ്ലാം മതം എന്നിവയ്ക്ക് പുറമെ ക്രിസ്തുമതവും മറ്റനേകം മതവിശ്വാസികളും ഉള്ളതിനാൽ അവരെ പ്രദാനം ചെയ്ത് വെള്ള നിറവും രാജ്യത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തെ പ്രതികരിച്ച് ചർക്കയും കൂടി പതാകയിൽ ഉൾപ്പെടുത്താൻ ഗാന്ധിജി നിർദ്ദേശിച്ചു. 1904 ഇന്ത്യക്കായി സിസ്റ്റർ നിവേദിത ഒരു അനൗദ്യോഗിക പതാക രൂപകൽപ്പന ചെയ്തു. ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള ഈ പതാകയിൽ താമരയും വജ്രചിഹ്നവും എന്നിവയും വന്ദേ മാതരം എന്ന ബംഗാളി ഭാഷയിലും ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ സമ്മേളനത്തിലാണെന്നറിയാം, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931. മുകളിൽ നിന്ന് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളിൽ മധ്യത്തായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ്ണ പതാക. 1931 മുതൽ 47 വരെ ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ ചർക്കയും 1947 ജൂലൈ 22 മുതൽ ധർമ്മചക്രവും അതായത് അശോക ചക്രവും രൂപമാറ്റം വരുത്തി. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു. ഓർത്തുവെച്ച് പഠിക്കുക, 1947 ഓഗസ്റ്റ് 15. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്പഥിൽ വെച്ചാണ്. രാജ്പഥിന്റെ പുതിയ പേര് കർത്തവ്യ പഥ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അത് ചെങ്കോട്ടയിലാണ്. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിയാണ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ഗുൽസാരിലാൽ നന്ദ, ആക്ടിംഗ് പ്രധാനമന്ത്രി. കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിക്കുന്നത്. ഹുബ്ലി നഗരത്തിലെ ബംഗേരിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഫെഡറേഷൻ, അതായത് നിർമ്മാണ ഫെഡറേഷൻ ആണ്. ഇത് കർണാടകയിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക 150 mm × 100 mm ആണ്. എന്നാൽ ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാക 6300 mm × 4200 mm. പതാകകളെ കുറിച്ചുള്ള പഠനം വെക്സിലോളജി ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ഇന്ത്യൻ പതാക നിയമമുണ്ട്. ഇന്ത്യൻ പതാക ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിരിക്കുന്ന പതാക നിയമം ദേശീയ പതാകയുടെ ഉപയോഗത്തെ കുറിച്ച് പൗരന്മാര് അവബോധം ഉളവാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാനാണ് PD ഷേണാണ്. ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകനാണ് നവീൻ ജിണ്ടാൽ എന്ന് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കേണ്ടത് ദേശീയ ഗീതമാണ്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശരാഗത്തിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദവനത്തിലാണ് 1882. ആനന്ദവനം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? സന്യാസി കലാപമാണ്. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. സന്യാസി കലാപം ആനന്ദവനത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് വെച്ചാൽ അതാണ് സന്യാസി കലാപമാണെന്ന് ഓർത്തിരിക്കുക. ആനന്ദവനം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്ര ഗുപ്തയാണ്. എബേ ഓഫ് ബ്ലിസ് എന്ന പേരിലാണ്. ദ എബേ ഓഫ് ബ്ലിസ്. ആനന്ദവനം എന്ന സിനിമ സംവിധാനം ചെയ്ത് ഹേമന്ത് ഗുപ്ത 1952 വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷയാണെന്ന് ഓർത്തിരിക്കുക.
അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, വന്ദേ മാതരം ആദ്യമായി പാടിയ വർഷം 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ റഹ്മത്തുള്ള എം സൈഹാനി ആയിരുന്നു 1896 കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദ ഘോഷാണ്. മദർ ഐ വോണ്ട് ടു ദി എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗ്യ മാസിക 1909. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. 1897 പുറത്തിറങ്ങിയ വന്ദേ മാതരം എന്ന ആൽബത്തിന്റെ സംഗീതം നൽകിയത് AR റഹ്മാൻ. നമ്മൾ ഇപ്പോൾ കേൾക്കുന്നതോ AR റഹ്മാൻ സംവിധാനം ചെയ്തതാണ് എന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ദേശീയ ഗാനമാണ്. ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് 1980 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയ രാഗം ശങ്കരാഭരണം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദേശീയഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. ദേശീയഗാനം ആലപിക്കാനായിട്ട് വേണ്ട സമയം 52 സെക്കൻഡ്. സംക്ഷിപ്ത രൂപം ആലപിക്കാൻ 20 സെക്കൻഡ് മതി. ദേശീയഗാനം എടുത്തിരിക്കുന്നത് ടാഗോറിന്റെ പദ്യമാണ് ഭാരത് ഭാഗ്യോ വിധാത. ഓക്കെ, ടാഗോറിന്റെ ഭാഗ്യോ വിധാത എന്ന പദ്യത്തിൽ നിന്നാണ് ദേശീയഗാനം എടുത്തിരിക്കുന്നത്. ഭാരത് ഭാഗ്യോ വിധാത പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് തത്വബോധിനി പത്രിക 1912. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 കൊൽക്കത്ത സമ്മേളനത്തിനാണ്. അധ്യക്ഷൻ വിഷൻ നാരായൺ ദർ. നിങ്ങൾ BN ദർ എന്നായിരിക്കും സ്ഥിരമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം വിഷൻ നാരായൺ ദർ. ഓക്കെ, BN ദർ അഥവാ വിഷൻ നാരായൺ ദർ എന്ന പഠിച്ചു വയ്ക്കുക. ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി സരള ദേവി ചൗധരാണി. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം മദനപ്പള്ളി, ആന്ധ്രാപ്രദേശ്. ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ് ടാഗോറിനെ സഹായിച്ച വ്യക്തിയാണ് മാർഗ്രറ്റ് കസിൻസ്. ദേശീയഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് അബീദ് അലി. ദേശീയഗാനത്തിന് ജയ എന്ന വാക്ക് 10 തവണയാണ് ആവർത്തിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അസംബ്ലി കൂടിയപ്പോൾ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് യോഗം ആരംഭിക്കുകയും ജനഗണമന ആലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. 1943 ആസാദ് ഹിന്ദ് ഫൗജ് ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത് ശുഭ് കോമി തരാനയാണ്. അടുത്ത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് ഓർത്തിക്കുക. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ദേശീയ മുദ്രയാണ്. ദേശീയ മുദ്ര നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൃഗങ്ങൾ ആന, സിംഹം, കാള, കുതിര. ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ് സിംഹമുദ്ര. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തൂപം പണിയെടുപ്പിച്ചത് മൗര്യ ചക്രവർത്തിയായ അശോകനാണ്. സ്തൂപത്തിൽ 4 ദിക്കുകളിൽ അഭിമുഖമായി നിൽക്കുന്ന 4 സിംഹരൂപങ്ങളുണ്ട്. ഒരു പീഠത്തിൽ ഈ 4 സിംഹരൂപങ്ങൾ നിൽക്കുന്നത്. ഈ പീഠത്തിൽ ആന, സിംഹം, കാള, കുതിര എന്നീ മൃഗങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. പീഠത്തിലെ ഈ 4 മൃഗങ്ങൾക്കിടയിൽ ധർമ്മചക്രവുമുണ്ട്. ധർമ്മചക്രത്തിൽ 24 അരക്കാലുകളുണ്ട്. ഇവ ഓരോന്നും ബുദ്ധന്റെ ഉപദേശങ്ങൾ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബുദ്ധന്റെ ഉപദേശങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തലകീഴായി നിൽക്കുന്ന ഒരു താമരയും പീഠത്തിന് താടിയായിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അശോക സ്തംഭത്തിലെ സിംഹമുദ്രയെ ദേശീയമുദ്രയായി അംഗീകരിച്ചു. ദേശീയമുദ്ര രൂപകൽപ്പന ചെയ്ത ചിത്രകാരനാണ് ദീനനാഥ് ഭാർഗവ. ദേശീയമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. മുണ്ടകോപനിഷത്തിലെ സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ദേശീയമുദ്രയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം ചോദിച്ചാൽ സ്റ്റാർ ഓഫ് ഇന്ത്യ. ദേശീയ ചിഹ്നത്തിൽ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം 2005. അടുത്ത ദേശീയ പ്രതിജ്ഞ.
ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാര് ആണ് എന്ന് തുടങ്ങുന്നതാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് പൈതിമാരി വെങ്കട സുബ്ബറാവു എന്ന് മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക, പൈതിമാരി വെങ്കട സുബ്ബറാവു എന്നാണ്. ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതിയത് തെലുങ്ക് ഭാഷയിലാണ്. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ സ്കൂളുകളിൽ ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് MC ചദ്ദ. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയത് 1965 ജനുവരി 26. അടുത്ത ഔദ്യോഗിക ഭാഷയാണ് പഠിക്കുന്നത്. ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം 1949 സെപ്റ്റംബർ 14. ഇന്ത്യയിൽ ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 14. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 343(1). ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 4ാമത്തെ ഭാഷയാണ് ഹിന്ദി. 1ാമത്തത് മാൻഡറിൻ എന്നറിയാം, ചൈനീസ് മാൻഡറിൻ. ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നമുക്ക് നോക്കാം. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി. ദേശീയ കലണ്ടർ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ശകവർഷ കലണ്ടറാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി അംഗീകരിച്ചത് 1957 മാർച്ച് 22. മാർച്ച് 22 അറിയാലോ, ജലദിനമാണ് മാർച്ച് 22. അത് ഇതുമായിട്ട് ബന്ധമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതെങ്കിലും. അടുത്ത പക്ഷം ആരംഭിച്ചത് കനിഷ്കനാണ് AD 78. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു മേഘനാഥ് സാഹ. ദേശീയ പക്ഷി മയിലാണ്. മയിലിന്റെ ദേശീയ പക്ഷിയെ അംഗീകരിച്ച വർഷം 1963. മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനാണ്. ദേശീയ മൃഗം ഏതെന്ന് വെച്ചാൽ റോയൽ ബംഗാൾ കടുവയാണ് ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് 1972. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹമായിരുന്നു. കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തറ ടൈഗ്രീസ്. ഓർത്തുവയ്ക്കുക, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ദേശീയ ജലജീവി എന്ന് വെച്ചാൽ ഗംഗ ഡോൾഫിൻ ആണ് ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009 ഒക്ടോബറിലാണ്. ഗംഗ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റിനിസിസ് ഗാൻജറ്റിക്ക. ഗംഗ അങ്ങനെയാണ് ഗാൻജറ്റിക്ക എന്ന് പറഞ്ഞത് കേട്ടോ, പ്ലാറ്റിനിറ്റിസ് ഗാൻജറ്റിക്ക. അടുത്ത ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗ ഡോൾഫിൻ. അടുത്ത ദേശീയ പൈതൃക ജീവിയാണ്. ഈ ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷം 2010 ഒക്ടോബർ ആണെന്ന് ഓർത്തുക. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, ജാർഖണ്ഡ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണെന്ന് ഓർത്തുക. ആനകളെ കുറിച്ച് പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതംഗലീല. മാതംഗലീല രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മുസത്ത്. അടുത്ത ദേശീയ ഫലം മാങ്ങയെ ദേശീയ ഫലമായി പ്രഖ്യാപിച്ച വർഷം 1950. ദേശീയ ഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാങ്ങയാണ്. ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനും ഫിലിപ്പീൻസും ആണെന്ന് ഓർത്തിക്കുക. അടുത്ത ദേശീയ പുഷ്പമാണ്. ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറ. താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങൾ വിയറ്റ്നാമും ഈജിപ്തും ആണെന്ന് ഓർത്തുക. ദേശീയ വൃക്ഷം പേരാലിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ച വർഷം 1950. പേരാലിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളിസിസ്. ദേശീയ നദി ഗംഗയാണെന്നറിയാം. ഗംഗയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബറിലാണ്. ഗംഗാ നദിയുടെ നീളം 25 കിലോമീറ്റർ എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ദേശീയ കായിക വിനോദം ഹോക്കിയാണെന്നറിയാം. ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കിയാണെന്ന് ഓർത്തു വയ്ക്കാം. ഫീൽഡ് ഹോക്കിയിലെ കളിക്കാരുടെ എണ്ണം 11 ഓർത്തുക. അതിന് കൂടെ പഠിച്ചു വയ്ക്കുക HCF 11 ഓർത്തുക. HCF എന്താ? HCF 11. ഹോക്കിയിലെ കളിക്കാരുടെ എണ്ണം 11, ക്രിക്കറ്റിലെ കളിക്കാരുടെ എണ്ണം 11, ഫുട്ബോളിലെ കളിക്കാരുടെ എണ്ണം 11 എന്നുകൂടി ഓർത്തുക. ഓക്കെ, കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ രേഖകൾ പ്രകാരം ഇന്ത്യക്ക് ഒരു ദേശീയ കായിക വിനോദം ഇല്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അടുത്ത ഭാഗത്തില് വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.